അപ്പൊ എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇപ്പോഴാണ് റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു ഗ്യാപ്പില്, ആ ഒരു വിടവില് നമ്മൾ DJ ശേഖറിനെ ഇന്റർവ്യൂ ചെയ്തു. അതെ. അപ്പൊ നിന്റെ ഒരു അഭിപ്രായത്തില് DJ ശേഖറിനെ ഇന്റർവ്യൂ ചെയ്ത എക്സ്പീരിയൻസ് എന്തായിരുന്നു? എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. കാരണം ഞാൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന്. കാരണം ഇവര് വരുന്നൊരു ഇവന്റ് മാനേജ്മെന്റ് ഉണ്ടാവും. നമ്മൾ ആ എപ്പിസോഡിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇസനാഗ് ഇവന്റ്സ് പറഞ്ഞിട്ട്. അപ്പൊ നമ്മള് ഇവരെ മെസ്സേജ് അയച്ച് ഇവരിലൊരാളെ കോണ്ടാക്ട് ചെയ്ത്, അതും കോമഡി എന്താ വെച്ചാല് നമ്മൾ മെസ്സേജ് അയച്ചു, ഇങ്ങനെ നമ്മളൊരു മലയാളം പോഡ്കാസ്റ്റ് ആണ്, ഇത്ര ഗസ്റ്റിന്റെ കൂടെ എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്, മ്യൂസിക് ഫീൽഡിൽ നിന്ന് തന്നെ തിരുമാലി, അശ്വിൻ ഭാസ്കർ, ഹംബിൾ മ്യൂസീഷ്യൻ, ഇവരെ കൂടെ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാണ്ടാണ് നമ്മൾ ക്യാൻവാസ് ചെയ്യണേ. അപ്പൊ ഈ ചങ്ങായി പറഞ്ഞ്, ഈ മാത്യു എന്ന് അവന്റെ പേര്, അവൻ പറഞ്ഞ് ഞാൻ ഏതായാലും നിങ്ങളെ വിളിക്കാറിഞ്ഞിട്ട് വരുന്ന കോൾ ചെയ്ത് നമ്മൾ സംസാരിച്ചപ്പോ അവൻക്ക് നമ്മളെ പോഡ്കാസ്റ്റ് ഓൾറെഡി അറിയാം. അവൻ ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ എപ്പിസോഡൊന്നും കണ്ടിട്ടില്ല, പക്ഷെ നിങ്ങളെ റീലൊക്കെ ഞാൻ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ നിങ്ങളെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ അൻസൽ, അതായത് സയാന്റെ കസിൻ അൻസലും ഇവനും ചെന്നൈയിൽ ഭയങ്കര ബന്ധമായിരുന്നു, ഇവനെ ജോസ് എന്ന് പറഞ്ഞാലേ എല്ലാവരും അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ്. അപ്പം പെട്ടെന്ന് നമുക്ക് ആ ഒരു ഇൻസ്റ്റന്റ് കണക്ഷൻ വന്ന്. പിന്നെ മൂപ്പരോടൊക്കെ സംസാരിച്ച് ഇതാക്കി ഇവരെ ഡേറ്റ് ഒക്കെ കോർഡിനേറ്റ് ചെയ്ത്, ഇവര് ഈ മാത്യു ഇവരായിട്ട് കോർഡിനേറ്റ് ചെയ്യും, മാത്യു എന്നായിട്ട് കോർഡിനേറ്റ് ചെയ്യും. അങ്ങനെയൊക്കെ അവസാനം ഫൈനലി ഹാപ്പൻഡ്. ഞങ്ങൾ വിചാരിച്ച് ചിലപ്പോൾ നടക്കലുണ്ടാവില്ല. ഈ ഒരു ഫീൽഡ്, ഈ ഒരു എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയില് ഭയങ്കര എംപ്റ്റി പ്രോമിസസും ഭയങ്കരമായിട്ട് ഗോസ്റ്റിംഗ് ഉള്ള ഒരു ഫീൽഡാണ്. അപ്പൊ ഞാൻ സെമീറിനോട് ഇങ്ങനെ പറയുന്നു, ഈ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ഞാൻ ഈ ഇന്റർവ്യൂ നടക്കുന്നുണ്ട് എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കുള്ളൂ. അതുവരെ ഞാൻ എൻ്റെ ഹോപ്സ് വെക്കില്ല. കാരണം ഇതേപോലെ ഏത് നിമിഷം ഇത് ഫോളോ ഓഫ് ചെയ്യാം. അവർ ചിലപ്പം ഈ ദിവസം ഈ സമയം നമുക്ക് എന്തായാലും ചെയ്യാന്ന് പറയും, പക്ഷെ ആ സമയം വരുമ്പോൾ നടക്കില്ല. അങ്ങനൊക്കെ സംഭവിക്കാന്ന്. പിന്നെ ഏറ്റവും കോമഡി എന്താ വെച്ചാൽ നമ്മൾ അവിടെ എത്തി, ആദ്യം DJ ശേഖറിനെ മീറ്റ് ചെയ്ത് കുറച്ചൊക്കെ ഒന്ന് സംസാരിച്ച്, പിന്നെ നമ്മൾ ഇവരെ എയർബിഎൻബിയിലായിരുന്നു ഇവർ നിന്നിരുന്നത്. അപ്പൊ അവിടെ കയറിയിട്ട് നമ്മൾ അവിടെയും ഇതേപോലെ ഇവരെ മുന്നിൽ നമ്മൾ സോഫ ഇങ്ങനെയൊക്കെ വെക്കണം, നമുക്ക് റീഅറേഞ്ച് ചെയ്യണതിന് പ്രശ്നം എന്ന് വെച്ചാൽ അപ്പോൾ ആ പ്രശ്നമില്ലായിരുന്നു. അപ്പൊ നമ്മൾ ഈ റീഅറേഞ്ച് ചെയ്യുമ്പോഴും ഈ ക്യാമറ സെറ്റ് ചെയ്യുമ്പോഴൊക്കെ DJ ശേഖർ ഒരു സൈഡിൽ ഇങ്ങനെ സീരിയസ് ആയി നിന്നാണ്, ഭയങ്കര സീരിയസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സിൽ ഒരു മുഖത്തൊരു ചിരിയും കൂടി ഇല്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ച് നമ്മളെ ഈ ഒരു അൺപ്രൊഫഷണലിസം, അതായത് ഞാൻ ഒന്ന് സാധാരണ ഇങ്ങനൊക്കെ ഇവന്റ് ഒക്കെ നടക്കുമ്പോൾ ഹോസ്റ്റ് ആയിട്ട് ഞാനും സെമീറും ഉണ്ടെങ്കിൽ നമുക്ക് ക്രൂ ഒക്കെ ഉണ്ടാകും, കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ. ഈ ഹോസ്റ്റുമാര് ചിലപ്പോ ഈ ഗസ്റ്റിന്റെ കൂടെ ഇങ്ങനെ സ്മോൾ ടോക്സ് ഒക്കെ ചെയ്ത് ഇങ്ങനെ കംഫർട്ടബിൾ ആവുമ്പോഴായിരിക്കും ക്രൂ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്. പക്ഷെ ഞങ്ങളെ ക്രൂവും ഹോസ്റ്റും പ്രൊഡ്യൂസറും തന്നെയാണ്. ആകെ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത് ഏഞ്ചലാണ്. ഏഞ്ചലിന് ഇതില് വലിയ വകതിരിവൊന്നുമില്ല. ഏഞ്ചല് 2.5 മണിക്കൂർ ട്രെയിനൊക്കെ പിടിച്ചിട്ടാണ് വന്നത്, ഇത് DJ ശേഖറിനൊക്കെ ഒന്ന് കാണാന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പൊ ഞങ്ങൾ തന്നെ ഇത് സെറ്റ് ചെയ്യാ. പിന്നെ ഞങ്ങള് ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന ഞങ്ങൾ ഐഫോണിലാണ്. അപ്പൊ ഞാനിങ്ങനെ ഇതൊന്നും DJ ശേഖറിന് ഇഷ്ടപ്പെട്ടില്ലേ. കാരണം എന്താന്ന് വെച്ചാല് സാധാരണ ഇങ്ങനത്തെ ഷൂട്ടൊക്കെ ഉണ്ടാകുമ്പോ ഒന്നെങ്കിൽ DSLR മിനിമം, അല്ലെങ്കിൽ ഹൈ എൻഡ് ക്യാമറാസ് ഒക്കെ വെച്ചിട്ടാണ് ഇങ്ങനത്തെ ഷോസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുക. വലിയ സ്റ്റുഡിയോ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ നമുക്ക് അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഐഫോൺ ആയതുകൊണ്ട് DSLR ആണെങ്കിൽ നല്ല ലൈറ്റ് കൊടുത്താലേ ഒരു നല്ലൊരു ലൈറ്റിംഗ് ഉണ്ടാകുള്ളൂ വീഡിയോയില്, ക്ലാരിറ്റിയും കാര്യങ്ങളും. പക്ഷെ ഐഫോൺ ആകുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ലൈറ്റിംഗ് അത്ര അടിപൊളി അല്ലെങ്കിലും വീഡിയോയിൽ നല്ല ക്വാളിറ്റി ഉണ്ടാകും. ഹൈ ടൈം ആപ്പിൾ ഷുഡ് സ്പോൺസർ us മാക്ബുക്ക് 3 ഐഫോൺ. അപ്പൊ നമ്മളോട് DJ ശേഖർ ചോദിച്ചു, ഐഫോൺ വെച്ചാണോ വീഡിയോ എടുക്കുന്നത്, നിങ്ങൾ ചെയ്യാറെന്ന് ചോദിച്ചു. അപ്പൊ നമ്മളിങ്ങനെ ചെയ്യാറ്. അത് മാത്രല്ല ആപ്പിൾ അവരുടെ കീനോട്ട് ഇവന്റ്സ്, അവരുടെ അനൗൺസ്മെന്റ്, അവർ ഐഫോൺ അനൗൺസ് ഒക്കെ ചെയ്യുന്ന ഇവന്റ്സ് ഒക്കെ ഇപ്പം ഫുള്ള് ഷോർട്ട് ഓൺ ഐഫോൺ എന്നാണ്. എല്ലാ ഐഫോൺ വെച്ചിട്ട് തന്നെ അവര് പോലും ചെയ്യാറെന്ന് പറഞ്ഞു ഞാൻ. അവര് കുറെ അഡീഷണൽ ഹാർഡ്വെയർ എക്വിപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഐഫോൺ പറയുന്നത് ഇവര് പോഡ്കാസ്റ്റ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സിന് അത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവര് സെറ്റ് ചെയ്യുന്നത്. കാരണം ഇവര് പറയുന്നത് ഡയറക്ടർ മോഡ് എന്നാണ്. അതായത് ഇപ്പം ഒരു 3 ഐഫോൺ ഡിവൈസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇപ്പൊ ഉള്ള പോലെ ഈ 3 ഡിവൈസ് നമുക്ക് ഐപാഡിലോ ഇതിലൊക്കെ കണക്ട് ചെയ്താല് അറ്റ് ദ സെയിം ടൈം സൈമൾട്ടേനിയസ് ആയിട്ട് ഈ 3 ക്യാമറന്റെ ഫങ്ഷൻസ് അല്ലെ വീഡിയോ വരുന്നതൊക്കെ നമുക്ക് നമ്മളെ ഐപാഡിലും ഇതിലും കാണാം. അതായത് ഇപ്പൊ നമ്മൾ ഈ ഫിലിമൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇവര് ഈ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ഡയറക്ടറി ടിവിയില് അത് മൊത്തം കാണുന്നുണ്ടാവും, എങ്ങനെയാണ് ഈ ഷോട്ട് വരുന്നതെന്നൊക്കെ. അതേപോലെ ഒരു ഐഫോണും അല്ലെങ്കിൽ ആപ്പിൾ പ്രൊഡക്ട്സ് ഉണ്ടായാല് ഇവർക്ക്
ഇത് ഫുള്ള് ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോ ഐഫോണ് കൊള്ളാം. ലൈക് ക്രിയേറ്റേഴ്സിന് വെച്ച് നോക്കുമ്പോ അടിപൊളിയാണ്. പക്ഷെ ആൻഡ്രോയിഡ് ഫോണൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോ എനിക്ക് പല സ്ഥലത്തും കുറെ പോയത്തരങ്ങളൊക്കെ തോന്നാറുണ്ട്. ഭയങ്കര ഡിലേ ആണ് ഇവര് ഫീച്ചേഴ്സ് കൊണ്ടുവരാന്. അപ്പോ ഞങ്ങൾ എന്താ ഈ DJ ശേഖറിന്റെ കൂടെ എപ്പിസോഡ് റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഐഫോണിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പം ഇടക്ക് വല്ലപ്പോഴും പറ്റുന്നൊരു ഇഷ്യൂ ഉണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മൾ സൂം ക്യാമറ യൂസ് ചെയ്യുന്നെങ്കിൽ ആപ്പിൾ ലൈറ്റിംഗ് കുറവായതുകൊണ്ട് സൂം ക്യാമറയിൽ അത്ര വെളിച്ചം ഗ്രാസ്പ് ചെയ്യാൻ കാണില്ല എന്ന് വെച്ചിട്ട് ഒരു മെയിൻ ക്യാമറ കൊണ്ട് സൂം ചെയ്തെടുക്കും. ഇതൊക്കെ ഭയങ്കര ടെക്നിക്കൽ ഡീറ്റെയിൽസ് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. അതായത് ഇടയ്ക്ക് നമ്മൾ സൂം ക്യാമറയിൽ വീഡിയോ എടുക്കുമ്പോൾ അത് ഭയങ്കര ഗ്രൈനി ആയിട്ട് നോയ്സ് ഒക്കെ ഉള്ള പോലെ ഭയങ്കര ക്ലാരിറ്റി കുറഞ്ഞ രീതിയിലാകും. അത് ഇടയ്ക്ക് വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു സംഭവമാണ്. അത് നമ്മൾ അപ്പോൾ തന്നെ ഓഫ് ആക്കിയിട്ട് പിന്നെ ഓൺ ആക്കിയാൽ റെഡി ആകും ചെയ്യും. ജസ്റ്റ് ഒരു ടാപ്പ് കൊടുത്താൽ ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് കണ്ണൊക്കെ ഒന്ന് ഇങ്ങനെ തിരുപ്പിട്ട് ഫോക്കസ് ചെയ്യും. പക്ഷെ ഞങ്ങൾ DJ ശേഖറിന്റെ കൂടെ റെക്കോർഡ് ചെയ്ത എപ്പിസോഡില് എന്റെ സെമീറിന്റെയോ ഫ്രെയിം നിർഭാഗ്യവശാൽ കറക്റ്റ് ആ ദിവസം തന്നെ അങ്ങനെ ആയിപ്പോയി. എന്നിട്ട് സെമീറിനോട് ഞാൻ ചോദിച്ചു ഇതെന്താ ഗ്രെയിനിയ. ഞങ്ങൾ ടെസ്റ്റിനൊക്കെ റെക്കോർഡ് ചെയ്തപ്പോഴൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. പിന്നെ അപ്പൊ സെമീറിനോട് ചോദിച്ചു ആരാ ക്യാമറ ഓൺ ആക്കിയത്. ഞാൻ എടുത്തു നോക്കിയപ്പോ ക്യാമറ ഓൺ ആക്കിയത് ഞാനാണ്. ഒന്നും പറയാൻ വയ്യ. എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമായ ആ സമയത്ത്. പിന്നെ ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്താന്ന് വെച്ചാല് എപ്പിസോഡ് അങ്ങ് തുടങ്ങിയപ്പോ DJ ശേഖർ നമ്മളോട് വൻ സംസാരം. പിന്നെ ഫുൾ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും കുറച്ചുകൂടി ലൂസനപ്പ് ആയിണ് കൺസിഡറിങ് ഹിസ് ഏജ് ഓൾസോ വിത്ത് അസ്. നമ്മള് ചെറിയ പിള്ളേരാണ്. അപ്പം അങ്ങേരുടെ ഒരു പ്രായമൊക്കെ വെച്ച് നോക്കും ചെറിയ കുഞ്ഞ് നിങ്ങള് ഏർലി 20s അപ്പൊ അങ്ങേരുടെ ഒരു പ്രായമൊക്കെ വെച്ച് നോക്കും മൂപ്പര് ശരിക്കും നമ്മളോട് നല്ല വൈബ് ചെക്ക് ആയിട്ടുണ്ട്. സോ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മളെ ഫസ്റ്റ് ഇൻ പേഴ്സൺ പോഡ്കാസ്റ്റ് എപ്പിസോഡ്